യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ്. ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. വീഴ്ചയുടെ അനന്തരഫലങ്ങൾ ഭാഗം 1. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും പഴയ കുറെ സംഭവങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ച പാസ്റ്റർ വിശദീകരിച്ചു തന്നതെന്തെന്നാൽ, വീഴ്ചയുടെ ഫലമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശാൽ എല്ലാം തന്നെ അസാധു ആക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതാണ് നമ്മുടെ അനന്തരാവകാശം എന്നുമാണ്. പക്ഷേ അത് വെറുതെ യാന്ത്രികമായി നമുക്ക് ലഭിക്കുന്നതല്ല. നാം അതിൽ നടക്കണം. അത് നാം ചോദിച്ചു വാങ്ങണം. വേറെ ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടി അത് നിങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാനല്ല. ആവർത്തന പുസ്തകം 28 പറയുന്നു, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളെ പിന്തുടരുമെന്ന്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ശാപങ്ങൾ നിങ്ങളെ പിന്തുടരും. ആ തത്വം മാറിയിട്ടില്ല. അനുഗ്രഹങ്ങളും ശാപങ്ങളും നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചിരിക്കുന്നു. നമുക്കൊരു തിരഞ്ഞെടുപ്പും തന്നിരിക്കുന്നു. ആ ആത്യന്തികമായ തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതെന്നും, അതായത് നമുക്കവനെ തിരഞ്ഞെടുക്കാം, നമുക്ക് ജീവൻ തിരഞ്ഞെടുക്കാം, നമുക്ക് അനുഗ്രഹങ്ങളെ തിരഞ്ഞെടുക്കാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അത് ഒരു തിരഞ്ഞെടുപ്പാണ്. അത് നമ്മൾ 1965 ചെയ്തൊരു തിരഞ്ഞെടുപ്പല്ല. അത് ദിവസേനയുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ പാസ്റ്റർ തീരുമാനിക്കണം, പല്ല് തേക്കണോ വേണ്ടയോ, ഷേവ് ചെയ്യണോ വേണ്ടയോ. അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം പാസ്റ്ററിൻ്റെ പ്രിയ പത്നിയിൽ നിന്നും ലഭിക്കും. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അവർ പാസ്റ്ററിൽ നിന്നും മാറിപ്പോകും. നാം അങ്ങനെ ചെയ്യാതിരിക്കാം. നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യം എന്ന് അറിയപ്പെടാനാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. നാം ഏതൊരു മുറിയിൽ കയറി ചെന്നാലും ആ മുറി പ്രകാശപൂരിതമാകണം, സുഗന്ധപൂരിതമായിരിക്കണം. അവിടെയുള്ളവർ അറിയണം ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് കടന്നു വന്നത് എന്ന്. അത് അവർ അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ലോകം മുഴുവൻ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കരുതും ഇങ്ങനെയാണ് ലോകമെന്ന്. പക്ഷെ നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സമയത്ത് പോലെ അത്ര നല്ലതല്ല. ആദത്തിന്റെ ദൈവത്തോടുള്ള അനുസരണക്കേട് പലവിധ വ്യത്യാസങ്ങളും കൊണ്ടുവന്നു. അത് നമ്മളെ മാത്രമല്ല, സൃഷ്ടിവർഗത്തെ മുഴുവനുമായി ബാധിച്ചു. കഴിഞ്ഞ തവണ ഇത് പഠിപ്പിച്ചപ്പോൾ പാസ്റ്റർ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എങ്ങനെ സൃഷ്ടിയെ ഇത് ബാധിച്ചു എന്ന്. ഇന്ന് നാം നമ്മെ ബാധിച്ച 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് നീതിബോധം നഷ്ടപ്പെടൽ, ലോസ് ഓഫ് റൈറ്റസ്നെസ്. റൈറ്റസ്നെസ് എന്നാൽ ദൈവവുമായി ശരിയായി നിൽക്കൽ എന്ന നിലയാണ്. അത് പരിശുദ്ധാത്മാവിൽ ആണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഛായയിൽ ആദത്തിനെ സൃഷ്ടിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ഛായ അവൻ്റെ ആത്മാവിൽ ഉണ്ടായിരുന്നു. ആദത്തിനുണ്ടായിരുന്ന വസ്ത്രം ആത്മാവിലാണ്. അതാണ് മരിച്ചത്. അതുകൊണ്ട് നീതി എന്ന് ലളിതമായി പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ശരിയായി നിൽക്കൽ ആണ്. അത് നമുക്ക് ലഭിക്കുന്നതോ ഉൽപ്പാദിക്കപ്പെടുന്നതോ പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. റോമർ 14:17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. റോമർ 8:14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന്. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ വിശദീകരിച്ച പോലെ ആത്മാവിലാണ് മനുഷ്യൻ മരിച്ചത്. അത് വേറെ പല പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിച്ചു. വീഴ്ചയ്ക്ക് മുമ്പ് ദൈവത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടി എന്നത് ആദത്തിനും ഹവ്വയ്ക്കും നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം. അവർ നഗ്നരാണെങ്കിലും ലജ്ജിക്കുവാൻ ഒരു കാരണവുമില്ലാത്തൊരു സ്ഥലം. പാസ്റ്റർ ഈ നഗ്നതയുടെ കാര്യം നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു. മദ്യത്തെയും നോഹയെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ആദത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം അവൻ ആദ്യം തിരിച്ചറിഞ്ഞത് അതാണ്. പക്ഷെ ഇവിടെ നാം നഗ്നതയുടെ വേറൊരു തലമാണ് പരാമർശിച്ചിരിക്കുന്നത്, ലജ്ജ. അത് നമുക്ക് എല്ലാവരിലും ഉള്ള ഒരു അടയാളമാണ്. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ അത് നമ്മിൽ നിന്നും എടുത്തു മാറ്റി കളയാൻ സാധിക്കൂ. നമുക്ക് ലജ്ജയില്ലാതെ നിൽക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ ധൈര്യം വേണ്ടവർക്ക് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ലജ്ജയോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുകയില്ല. നമുക്ക് ലജ്ജയോടെ കർത്താവിനെ സേവിക്കുവാൻ കഴിയുകയുമില്ല. നിങ്ങൾ ലജ്ജിക്കത്തക്കതായ കാര്യങ്ങൾ ചെയ്തിരിക്കാം പണ്ട്, പക്ഷേ അത് നിങ്ങളെ നിർവചിക്കുന്നില്ല. ക്രിസ്തുവിലുള്ള ശരിയായ നിൽപ്പ്, റൈറ്റ് സ്റ്റാൻഡിങ് ഇൻ ക്രൈസ്റ്റ്, എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ അതിന് ഉത്തരവാദിയായി എണ്ണുന്നില്ല. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറഞ്ഞാൽ
യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ തരത്തിലുള്ള നീതികേടിൽ നിന്നും, നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നും നിങ്ങൾക്ക് ലജ്ജ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മുടെ ശത്രുവിൻ്റെ കുശുകുശുപ്പാണ്, സാത്താൻ്റെ. അവനോട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. അതല്ല, ഞാൻ ദൈവവുമായി നിരപ്പായി കഴിഞ്ഞിരിക്കുന്നു, എന്തെന്നാൽ ഞാൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ എനിക്കായി പാപമാക്കി തീർത്തു. നാം ദൈവത്തിൻ്റെ നീതിയായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാണെങ്കിൽ നിങ്ങളെ അതിൽ കൂടുതൽ നീതിയാക്കുന്നത് എന്താണ്? ഉപവാസം നിങ്ങളെ കൂടുതൽ നീതിയാക്കുമോ? ഇല്ല. നിങ്ങളുടെ പാപപരിഹാരങ്ങൾ നിങ്ങളെ കൂടുതൽ നീതിമാനാക്കാൻ കഴിയുമോ? ഇല്ല. മിഖായേൽ ആദ്യം വന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തു. സോറി പറയാൻ പാസ്റ്റർ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ 2 ചെവിയിലും പിടിച്ചിട്ട് ഏത്തമിടാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. പെട്ടെന്ന് അവൻ്റെ മുത്തശ്ശിയെ കണ്ടപ്പോൾ ആ സംസ്കാരത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. ദൈവം നിങ്ങളിൽ നിന്നും ഏത്തമിടൽ ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു ക്രൂശിൽ മരിച്ചതാണ്. ഇപ്പോൾ കൈയും നീട്ടി നിങ്ങൾ അടുത്തു വരുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ദൈവം ആ തോട്ടത്തിലൂടെ നടന്നു എന്ന ആ വിവരണം നമുക്ക് തരുന്ന സൂചന എന്തെന്നാൽ അവിടുന്നും ആദമും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്നാണ്. ഉൽപ്പത്തി 3:8. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അപ്പോൾ ആദ്യം കൂട്ടായ്മ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഭയമാണ്. പഴയ ഉടമ്പടിയിൽ തോറയിൽ നാം വായിക്കുമ്പോൾ കാണാം, ദൈവം പറയുന്നു, എനിക്ക് നിന്നോടുള്ള ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണമെന്ന്. ലേവ്യ പുസ്തകം 26:11-12 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കുമെന്ന്. ആദത്തിലോട് കഴിക്കരുത് എന്ന് കൽപ്പിച്ച ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം കഴിക്കാൻ ഏദൻ തോട്ടത്തിൽ വെച്ചാണ് പാമ്പ് ഹവ്വയെ പ്രലോഭിപ്പിച്ചത്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ അതിന് സെർപ്പൻ, പാമ്പ് എന്നാണ് പറയുന്നത്. പാസ്റ്ററും ആദ്യം വായിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നാണ് കരുതിയത്. പാസ്റ്റർ ചെറുതായിരുന്നപ്പോൾ ചെറിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, വേദപുസ്തകത്തിൻ്റെ ഒരു ചിത്രരൂപത്തിലുള്ള പുസ്തകം. അതിൽ ഒരു മരവും അതിൽ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു സർപ്പവും ഉണ്ടായിരുന്നു. പിന്നീട് പാസ്റ്റർ രക്ഷിക്കപ്പെട്ടു വീണ്ടും ജനിച്ചപ്പോൾ പാസ്റ്റർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പാസ്റ്റർ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ പാമ്പ് വന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനെ തല്ലിക്കൊല്ലുകയുള്ളൂ. ഒന്നൊന്ന് ഓർത്തു നോക്കിയേ, ഒരു തൊപ്പിയൊക്കെ വെച്ച് പാമ്പ് വന്നിട്ട്, ഗുഡ് മോർണിംഗ് ജോൺ, നമുക്ക് ദൈവത്തെ ധിക്കരിക്കാം, നീ എന്നെ അനുസരിക്കണം, നീ ദൈവത്തെ പോലെയാകും, അങ്ങനെ പറഞ്ഞാൽ പാസ്റ്റർ ചുറ്റും നോക്കിയിട്ട് ഏറ്റവും അടുത്തുള്ളൊരു വടിയെടുത്തിട്ട് നിനക്ക് വെളിപാട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇത് കൊടുക്കാനാണ് സാധ്യത. വീണുപോയ മനുഷ്യനാണ്. ആദമും ഹവ്വയും വീണുപോയ മനുഷ്യൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവർ ആയിരുന്നെങ്കിൽ, അവർക്ക് തലയ്ക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നവർ ആയിരുന്നെങ്കിൽ, അതുകൂടാതെ ആത്മീകമായും അവർ വളരെ ഉയർച്ചയുള്ളവർ ആയിരുന്നുവെങ്കിൽ, ആ സമയത്താണ് നിങ്ങൾ പറയുന്നത് ഒരു സർപ്പം വന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ പറഞ്ഞുവെന്ന്. ആദത്തിനെയും ഹവ്വയെയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ പറഞ്ഞത്, അതും സംസാരിക്കുന്ന ഒരു സർപ്പം. കാരണം നിങ്ങൾ പറയുകയാണ് ഒരു സർപ്പമാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന്. സർപ്പത്തിനുള്ള വാക്ക് നാഹാഷ് അല്ലെങ്കിൽ നഹ്ഷാഷ് എന്നാണ്, തിളങ്ങുന്നവൻ. പാസ്റ്റർ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ പുറത്ത് ഒരു വെങ്കല നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായച്ചൻ്റെ പേരാണ് അതിലുണ്ടായിരുന്നത്. പാസ്റ്റർ ഒരിക്കൽ അതിനെ പോളിഷ് ചെയ്യാൻ നോക്കി. ഒരു ഡീഗ്രേസർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് സ്പ്രേ ചെയ്തു, എന്നാലും ശരിയായില്ല. ശരിയായ ഒരു സാധനം കിട്ടിയാൽ അത് പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്താൽ എന്തു പറ്റും? അത് നാഹാഷ് ആകും, അതായത് അത് തിളങ്ങും. അമ്മായപ്പനല്ല ആ നെയിം പ്ലേറ്റ്, അമ്മായപ്പൻ അല്ല തിളങ്ങുന്നവൻ, ആ ഫലകമാണ് തിളങ്ങുന്നവൻ. പാസ്റ്ററിൻ്റെ അമ്മായപ്പനും അമ്മായിമ്മയും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഭാര്യയും അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? തിളങ്ങുന്നവൻ, ആ പദത്തിൻ്റെ ഉപയോഗം പിന്നീട് നമുക്ക് പഠിക്കാം, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ ഈ അസ്തിത്വത്തിന് പുറകെ പോയിരുന്നു. അതിൻ്റെ അനന്തരാവകാശികൾ ആണവർ. അവർ തങ്ങളെ തന്നെ ആര്യന്മാർ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിലുമുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വസ്തിക ചിഹ്നം എടുത്തിരിക്കുന്നത്. ഒരു തമാശയുണ്ട്, പക്ഷെ നാം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും അത് വേദപുസ്തകത്തിൽ എവിടെയാണ് എന്ന്. അങ്ങനെ പറയുന്ന പലരും വേദപുസ്തകം വായിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല. പിന്നെ അവരോട് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ആ ചോദ്യം ചോദിക്കുന്ന പലരും വേദപുസ്തകം മനസ്സിലാക്കാത്തവർ ആണ്. അവരോട് ഡാഫി ഡക്കിൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലും അവർക്ക് മനസ്സിലാകുകയില്ല. ഈ കോഴ്സ് എന്തിനാണെന്നാൽ
അത് നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം നൽകും. നാം ദൈവത്തിൻ്റെ കൈകളിൽ ശരിക്കും എവിടെയാണ് എന്നറിയാം. നമ്മുടെ ശത്രു ആരെന്ന് നാം അറിയണം. എങ്ങനെ അവൻ നമുക്കും സഭയ്ക്കും എതിരെ വരുമെന്നും. അവനെ തടയാൻ പറ്റുന്ന ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വളരെ നിയന്ത്രിതമായിട്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് അവൻ്റെ പദ്ധതി എന്ന് നാം അറിയണം. നമുക്ക് തുടരാം. വെളിപാട് 12:9 പറയുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന്. നമുക്ക് മനസ്സിലായി, പഴയ പാമ്പിനെ പിശാചും സാത്താനും എന്ന് വിളിക്കുന്നു. സാത്താൻ എന്നാൽ പിറുപിറുക്കുന്നവൻ. അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചിലച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ തലയിൽ വേണ്ടാത്ത ചിന്തകൾ ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് വൃത്തികെട്ട ചിന്തകളായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ചിന്തകളായിരിക്കാം അത്. എന്തൊക്കെ ആയാലും അവനറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രലോഭനം ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രലോഭനം ഇല്ല. നിങ്ങൾ അതിൽ പ്രലോഭിതർ ആകില്ല എന്ന്. വലിയ പാലങ്ങൾ പണിയുക എന്നത് നിങ്ങളെ പ്രലോഭിതരാക്കില്ല. ഓരോ തവണ ഒരു നദി കാണുമ്പോഴും പാലം പണിയാൻ വേണ്ടി നിങ്ങൾ പ്രലോഭിതരാകില്ല. കാരണം അത് പാസ്റ്ററിൻ്റെ ഹൃദയത്തിലില്ല. പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അപ്പോൾ തന്നെ അടുത്തുള്ള 5 വിസ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് പാസ്റ്റർ അറിഞ്ഞു വെച്ചു. അങ്ങനെ നോക്കിയാൽ ഗൂഗിളിനും പ്രലോഭിപ്പിക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, എവിടെയാണ് ഏറ്റവും അടുത്തുള്ള പിസ്സ സ്ഥലം എന്ന്. അതും പോരാതെ നമ്മൾ ഒരു ബട്ടണിൽ അമർത്താം. കാരണം പിസ്സ പാസ്റ്ററിൻ്റെ ഹൃദയത്തിലുണ്ട്. എന്താണോ പാസ്റ്ററിൻ്റെ ഹൃദയത്തിലുള്ളത് അതുകൊണ്ടാണ് പ്രലോഭിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അതിൽ നിന്ന് നാം പുറത്തു കടക്കുക? ദൈവവചനത്തിൽ മനസ്സ് പുതുക്കുന്നത് വഴി. കാരണം ദൈവവചനത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തുന്നു. അവിടുന്നാണ് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് നമ്മിൽ യേശുവിനെ ഉരുവാക്കും നാം വചനം ധ്യാനിക്കുമ്പോൾ. പിശാചും സാത്താനും 2 പ്രസ്ഥാനങ്ങളല്ല, അവ രണ്ടും പഴയ പാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടും പാമ്പിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഉൽപ്പത്തി 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന ദൈവകൽപ്പന ലംഘിച്ചതിനു ശേഷം ആദത്തിന്റെയും ഹവ്വയുടെയും കണ്ണു തുറന്നു. ഉൽപ്പത്തി 3:7 പറയുന്നു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. നാം വിചാരിക്കും നമ്മുടെ കണ്ണു തുറക്കുന്നത് നല്ല കാര്യമാണ് എന്ന്. നാം അതിനെ ജ്ഞാനോദയം എന്ന് വിളിക്കുന്നു. അതാണ് ബുദ്ധിമാന്മാർക്കിടയിൽ പാസ്റ്റർ കണ്ട ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വിജ്ഞാനം എന്നതിൻ്റെ തുടർച്ച, അതായത് പേഴ്സ്യൂട്ട് ഓഫ് നോളേജ്, വേദപുസ്തകം പറയുന്നു, അറിവ് ചീർപ്പിക്കുന്നു, നമ്മെ അഹങ്കാരികളാക്കുന്നു, എന്നാൽ സ്നേഹമോ ആത്മവർദ്ധന വരുത്തുന്നു എന്ന്. സ്നേഹം വർദ്ധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ബുദ്ധിക്കൊത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല, അതിൽ ഞാൻ ഗർവിക്കുന്നില്ല, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതിരിക്കുന്നു. പാസ്റ്റർ പറയുന്നത് എന്തെന്നാൽ, ദൈവം നിങ്ങൾക്കൊരു വെളിപാട് തന്നാൽ ആ വെളിപാടിന്മേലാണ് അവൻ തൻ്റെ സഭ പണിയുന്നത്. അത് സാത്താൻ്റെ വഴികൾ പോലെ നിങ്ങളുടെ കണ്ണു തുറന്നില്ല. ലോകത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിന് മുമ്പിൽ വിഡ്ഢിത്തമാണ്. ഈ പറയുന്ന ട്രെയിനിങ് എല്ലാം ആ വിഡ്ഢിത്തം ഒഴിവാക്കുവാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് അത് ലഭിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് തന്നാൽ മതിയാകും. നിങ്ങൾക്ക് വേണ്ടതൊക്കെയും അതിൽ നോക്കി നമുക്ക് എടുക്കാം. നിങ്ങൾ ആ വഴിക്ക് പോയാൽ, ചെകുത്താൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ ദൈവത്തിനേക്കാൾ ചെകുത്താൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വശംവദരാകും. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണുപോകും. പാസ്റ്റർ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, പ്രത്യേകിച്ച് ഇരുട്ടിൽ, ഡാർക്ക്നെസ്സിൽ, അത് നിങ്ങളുടെ മനസ്സിൽ ഇരുൾ മൂടാൻ വേണ്ടിയല്ല, പക്ഷേ നിങ്ങളുടെ ശത്രു ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനും ക്രിസ്തു എങ്ങനെ അവനുമേൽ വിജയം സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുവാനും ആയിട്ടാണ്. അപ്പോൾ ശത്രു ഏത് രൂപം എടുത്താലും നിങ്ങൾക്കറിയാം നിങ്ങൾ ക്രിസ്തുവിൻ്റെ നീതിയാണെന്ന്. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി, ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന്.
ഇത് അറിയാത്തവർ മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ ഒരായുധവും ഫലിക്കുകയില്ല എന്ന്. ആരെന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഒരു കൂടോത്രവും സഭയ്ക്കെതിരെ വരികയുമില്ല. പക്ഷേ ആ സഭ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ നിങ്ങൾ ആ ശരീരത്തിൽ നിന്നും മാറിപ്പോയാൽ നിങ്ങൾക്ക് ചുറ്റും വന്യമൃഗങ്ങൾ ഉണ്ടാകും. അതിന് ചുറ്റും നിങ്ങൾ സവാരി ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ശരീരത്തെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സവാരിക്ക് പോയാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നിഗൂഢ ജ്ഞാനങ്ങൾക്ക് പുറകെ പോകരുത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ശരിയായ ജ്ഞാനം ലഭിക്കുകയില്ല. അത് പക്ഷേ ഒരേ ഒരു വാക്യമായിരിക്കാം. അത് നിങ്ങൾ സ്വീകരിച്ചാൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് കഴിയും. മാർട്ടിൻ ലൂതർ കിങ് അതാണ് ചെയ്തത്. ദൈവത്തിൽ നിന്നുള്ള ഒരൊറ്റ വചനം, ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് പാസ്റ്റർ നാം മനസ്സിലാക്കണമെന്ന് കരുതുന്നത്, കണ്ണു തുറക്കുക എന്നത് നല്ലൊരു കാര്യമല്ല. അവർ തങ്ങളുടെ നഗ്നതയെക്കുറിച്ച് ബോധവാന്മാരായി അവരുടെ പഴയ പെർഫെക്ഷൻ അവരുടെ ഓർമ്മ മാത്രമായി തീരുകയും ചെയ്തു. ഈ അനുസരണക്കേട് കൊണ്ട് മനുഷ്യകുലം ഇപ്പോൾ ആദമിൽ പാപികളായി തീർന്നു, ദൈവത്തിനു മുമ്പിൽ തെറ്റുകാരുമായി. 1 കൊരിന്ത്യർ 15:22. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. മരണം ആദത്തിലൂടെ വന്നു, ജീവൻ യേശുക്രിസ്തുവിലൂടെയും. നിത്യജീവൻ ആരംഭിക്കുന്നത് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്ന ആ വേളയിലാണ്. അത് നിങ്ങൾ മരിക്കുന്ന സമയത്ത് അല്ല ആരംഭിക്കുന്നത്. ആദം വീണപ്പോൾ മനുഷ്യർക്ക് ദൈവത്തിന്റെ നീതി നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ആദം യേശുക്രിസ്തുവിലൂടെ നാം ദൈവത്തിന്റെ നീതിയായി മാറി. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവം നമ്മെ നോക്കുമ്പോൾ അവിടുന്ന് യേശുക്രിസ്തുവിന്റെ രക്തം കാണും. ആ രക്തത്താൽ നാം നീതിമാന്മാർ ആകും, ക്ഷമിക്കപ്പെട്ടവരും. അതുകൊണ്ട് ഞാൻ വളരെ നീതികെട്ടവനാണെന്ന് നിങ്ങൾ കരുതരുത്, നിങ്ങൾ ദൈവത്തിന്റെ നീതിയാണ്. ഒരു ഉദാഹരണത്തിന്, ഈ ഒരു പോയിന്റിൽ നിന്നും നീതീകരണം ആരംഭിച്ചാൽ എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കാരണം നിങ്ങൾ ചിലപ്പോൾ വീണു പോയേക്കാം, അല്ലെങ്കിൽ ചെയ്യണമെന്ന് കരുതിയത് നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വീണുപോയി എന്ന് നിങ്ങൾ കരുതിയിരിക്കാം. ദൈവത്തിന്റെ നീതിയിൽ നിന്നും നിങ്ങൾ വീഴാത്തത് ഒരിക്കൽ മാത്രമാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നും മാറുമ്പോൾ അതിനെ മിസ്സിംഗ് ദ മാർക്ക് എന്നാണ് പറയുക. നിങ്ങളൊരു അമ്പ് ചെയ്യാൻ വില്ല് തൊടുക്കുമ്പോൾ അത് നടുക്കത്തെ ചുവന്ന വട്ടത്തിൽ കൊള്ളണം. പാസ്റ്റർ ആദ്യമായി വില്ല് ചെയ്തപ്പോൾ ചുവന്ന വട്ടത്തിൽ തൊട്ടു, പക്ഷേ വലതുവശത്തെ 3 ലക്ഷ്യങ്ങളെ തുറച്ചുകൊണ്ടായിരുന്നു അത്. അതായത് പാസ്റ്റർക്ക് ആ മാർക്ക് മിസ് ചെയ്തു. പാസ്റ്റർ ഇപ്പോൾ ഒരു തമാശ പറഞ്ഞതാണ്. അതാണ് പാപം, നിങ്ങളുടെ ദൈവത്തിൻ്റെ മാർക്ക് മിസ് ചെയ്യുക എന്നത്. എന്താണ് ആ മാർക്ക് മിസ് ചെയ്യുന്നതിനുള്ള പരിഹാരം? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുവിൻ്റെ രക്തം നിങ്ങളെ എല്ലാ അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:9 ഇത് പറയുന്നത്. പക്ഷേ ഇത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിൽ ആയിരിക്കണം. കാരണം അവിടുന്ന് പരിഹാരം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവവുമായുള്ള നിങ്ങളുടെ അകൽച്ചയ്ക്കുള്ള പരിഹാരമാണത്. നിങ്ങളുടെ പാപം നിങ്ങളെ ദൈവമായി അകറ്റിയിരിക്കുന്നു. യേശുവിന് മാത്രമേ നിങ്ങളെ തിരിച്ച് ദൈവവുമായി നിരപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും വേറൊരാളും ഇത് പറയുന്നില്ല, ദൈവവുമായി നമ്മളെ നിരപ്പാക്കാം എന്ന്. ഹല്ലേലൂയ. യെശയ്യാവ് 59:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്ത വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. ആദത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ പാപിയായിരുന്നില്ല, പക്ഷേ അവൻ തൻ്റെ നിഷ്കളങ്കതയുടെ ആ അവസ്ഥയിൽ നിന്നും വീണുപോയി. അതേപോലെ ദൈവവുമായി അവൻ ആസ്വദിച്ചിട്ടായി ഉണ്ടായിരുന്നുള്ള ആ ഒരു കൂട്ടായ്മയിൽ നിന്നും അവൻ അകന്നുപോയി. ഈ കൃപയിൽ നിന്നുള്ള വീഴ്ച ദൈവശബ്ദം കേൾക്കുമ്പോൾ ആദത്തെയും ഹവ്വയെയും പേടിപ്പിച്ചതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം അവർ നഗ്നരായിരുന്നു. ഉൽപ്പത്തി 3:10. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. നഗ്നനായിരുന്നാൽ നാണക്കേട് തോന്നുക എന്നത് അവർക്ക് നഷ്ടപ്പെട്ട ആ നിഷ്കളങ്കതയാണ്. അതായത് അവരുടെ അനുസരണക്കേടിന്റെ ഫലമാണത്. ഉൽപ്പത്തി 9:22-23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, കാനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഷേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്തു, ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. ആദത്തിൻ്റെയും ഹവ്വയുടെയും നഗ്നത കൊണ്ട് അവർ ദൈവത്തിൽ നിന്നും ഓടി ഒളിച്ചു. മുന്നേ അവർ ദൈവത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവർ പേടിച്ചിരുന്നില്ല. കാരണം ഇവിടെ പറയുന്നു, ഒരിക്കൽ കൂട്ടായ്മ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം അവർ ഇപ്പോൾ ഭയക്കുന്നു.
ആദത്തിന്റെ അനന്തരാവകാശികൾ ആയ നാം ഈ ലോകത്തിലേക്ക് കയറിയത് തന്നെ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ പ്രകൃത്യ നമ്മൾ ക്രോധത്തിന്റെ മക്കളാണ്. പക്ഷേ യേശു നമ്മെ ദൈവവുമായി ശരിയായ രീതിയിൽ നിരപ്പാക്കി നിർത്തി. എഫേസ്യർ 2:1-3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കലാഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ നിന്നും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന്. പക്ഷെ എഫേസ്യർ 2:6 പറയുന്നത് എന്തെന്നാൽ, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന്. നമുക്ക് എഫേസ്യർ 2:1-10 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അതിപ്പോൾ പാസ്റ്റർ പറഞ്ഞതിനെ വിശദീകരിക്കുക അത്രേ ചെയ്യുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്താൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണം അല്ല. നാം പഠിച്ചു, നാം നമുക്ക് നീതി നഷ്ടപ്പെടുത്തി പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടിയെന്ന്. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ്. നാം പഠിച്ചു, പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി, പക്ഷെ ദൈവം നമ്മെ നിരപ്പാക്കി. നാം ഇപ്പോൾ സ്വർഗീയ തലങ്ങളിൽ ക്രിസ്തുവിനോട് കൂടി ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്നും അകന്നല്ല. എഫേസ്യർ 2:10 പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന്. നാം അവൻ്റെ കൈപ്പണിയാണ്, ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സൽപ്രവർത്തിയല്ല, പക്ഷെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായ സൽപ്രവർത്തികൾ, അതിൽ നാം നടക്കണം. ഇതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെന്നറിയുക, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നറിയുക. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ജഡത്തിനു വേണ്ടി ജീവിക്കുകയല്ല, അത് മരിക്കുവാൻ വേണ്ടി, അങ്ങനെ ക്രിസ്തുവിൽ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ ജീവൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ആമേൻ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.